ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് കേരള പാഠാവലിയിലുള്ള ഒരു പാഠമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അടിസ്ഥാന പാഠാവലി മാത്രമല്ല, നമുക്ക് മലയാളം ഫസ്റ്റും പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ മലയാളം ഫസ്റ്റിൽ നമുക്ക് മൊത്തത്തിൽ 5 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണുള്ളത്. സാന്ദ്ര സൗഹൃദം, അമ്മമ്മ, വഴിയാത്ര, ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് ആദ്യത്തെ യൂണിറ്റിലുള്ളത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങൾ കൂടെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് കുറേ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കവിതയാണ്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സില്ലേ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ബഡീസ് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഫ്രണ്ട്സിൻ്റെതായിട്ടുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല 2 ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഒരു കഥയാണ് ഈ കവിതയിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആരൊക്കെയാണ് സുഹൃത്തുക്കൾ എന്നറിയാമോ? ആരാന്നറിയാമോ? നിങ്ങൾക്ക് അറിയാം അല്ലേ, കൃഷ്ണനും കുചേലനുമാണ്. അപ്പോൾ സൗഹൃദത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പലപ്പോഴും അല്ലേ ആളുകൾ ഇങ്ങനെ കോട്ട് ചെയ്യുന്ന 2 ആളുകളാണ് അല്ലേ. ഇതാരാണ് കൃഷ്ണനും കുചേലനും എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പഠിക്കുന്ന സമയത്ത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. അതായത് ഇന്നത്തെ പോലത്തെ സ്കൂൾ സിസ്റ്റമൊന്നും അല്ല, ഗുരുനാഥൻ്റെ വീട്ടിൽ നിന്നിട്ട് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ വീട്ടിൽ നിന്ന് അല്ലേ നമ്മുടെ കൃഷ്ണനും കുചേലനൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് വികൃതികളൊക്കെ കാണിച്ച് ഒന്നിച്ച് ഉറങ്ങി ഇരുന്ന് കളിച്ച് അങ്ങനെയൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഇവർ വലുതായി, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. കൃഷ്ണൻ രാജാവുമായി, കുചേലനൊരു ദരിദ്ര ബ്രാഹ്മണനുമായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ്, കുചേലൻ്റെ ഭാര്യ പറയുകയാണ് അല്ലേ, നമ്മളിങ്ങനെ ഭയങ്കര ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിലല്ലേ, ഒന്ന് കൃഷ്ണനെയൊക്കെ പോയി കണ്ടുനോക്കിയേ അല്ലേ, വല്ലതും അദ്ദേഹം ഹെൽപ്പ് ചെയ്താൽ അത്രേ ആയില്ലേ. അപ്പം അങ്ങനെ ഇച്ചിരി അവിലും കൊണ്ടൊക്കെ എന്ത് ചെയ്യാണ്, കുചേലൻ കൃഷ്ണനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർ തമ്മിൽ കണ്ട സമയത്ത് അല്ലേ പഴയ ഓർമ്മകളൊക്കെ എന്ത് ചെയ്യുന്നു, ഓർത്തെടുക്കുന്നതാണ് നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു വഞ്ചിപ്പാട്ടാണ്. നമ്മളുടെ ആരാണത് എഴുതിയെന്നറിയാമോ? രാമപുരത്ത് വാര്യരാണ് കേട്ടോ. രാമപുരത്ത് വാര്യരാണ് എഴുതിയിരിക്കുന്നത്. ഭാഗവതം ദശമസ്കന്ധത്തിലുള്ള കുചേലോപാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കൃതി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മഹാരാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു ആര്, നമ്മളുടെ രാമപുരത്ത് വാര്യർ കേട്ടോ. അപ്പോൾ അദ്ദേഹം മാർത്താണ്ഡവർമ്മയ്ക്ക് എഴുതി കൊടുക്കുന്ന ഒരു കൃതിയാണ്. അപ്പോൾ ആരുമില്ലാത്ത അല്ലേ ദരിദ്രനായിരിക്കുന്ന രാമപുരത്ത് വാര്യരും ഏകദേശം കുചേലനെ പോലെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കുചേലനെ പോലെ തന്നെയായിരുന്ന രാമപുരത്ത് വാര്യർ എന്ത് ചെയ്യാണ്, ഒരിക്കലും ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആരെ കാണുകയാണ്, നമ്മുടെ മാർത്താണ്ഡവർമ്മ രാജാവിനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കവിത എഴുതി കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം കൂടെ കൂട്ടുകയും അങ്ങനെ പോകുന്ന യാത്രയിൽ നദിയിൽ വെച്ച് അല്ലേ തോണിയിൽ വെച്ച് വഞ്ചിയിൽ വെച്ചിട്ട് ഒരു കവിത എഴുതാൻ വേണ്ടി പറയുകയും അങ്ങനെ എഴുതിയ കവിതയാണ് ഈ കവിത എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഐതിഹ്യ കഥകൾ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ സ്ഥാനത്ത് മാർത്താണ്ഡവർമ്മയെയും കുചേലൻ്റെ സ്ഥാനത്ത് തന്നെയും കണ്ടിട്ടാണ് അല്ലേ ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പിന്നീട് സാഹിത്യകാരന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് രാമപുരത്ത് വാര്യരെ കുറിച്ച് കേട്ടോ. അപ്പോൾ രാമപുരത്ത് വാര്യനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ കവിത എഴുതിയിരിക്കുന്നത്. അദ്ദേഹം മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഒരു കാവ്യം കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാള സാഹിത്യത്തിൽ സമുന്നതനായിട്ടുള്ള സ്ഥാനം അല്ലെ അത്രയും പ്രധാനപ്പെട്ടൊരു സ്ഥാനം നേടിയിട്ടുള്ളൊരു സാഹിത്യകാരൻ കൂടിയാണ് ആര്, രാമപുരത്ത് വാര്യർ. ഇപ്പം നമുക്കറിയാം ആ കാലഘട്ടത്തിലുള്ള എഴുത്തുകാരെ കുറിച്ച് അല്ലേ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് വേഗം കവിതയിലേക്ക് കടക്കാം അല്ലേ. സാന്ദ്രമായ സൗഹൃദത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, കവിതയിൽ പറയുന്നത് അല്ലേ. അപ്പം നോക്കി എങ്ങനെയാണ്, സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും അല്ലെ. ഏതുപോലെയാണുള്ളത്, ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ അല്ലെ. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ സാന്ദ്ര സൗഹൃദം അല്ലെ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് തന്നെയാണ് പേര് തന്നെ ഓൾറെഡി ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ കവിത ചൊല്ലേണ്ടത്. പാടാൻ ഭയങ്കര കഴിവുള്ളത് കൊണ്ട് ഇനി ഞാൻ അതിന് മുതിരുന്നില്ല. ഞാൻ ആ ട്യൂൺ എന്ത് ചെയ്താണ് മക്കൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ സ്കൂളിലൊക്കെ ചൊല്ലുമ്പോൾ അങ്ങനെ വേണം ചൊല്ലാൻ. അപ്പോൾ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് അല്ലേ എന്തൊക്കെ സാഹസങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് അല്ലേ വേദവും ശാസ്ത്രമൊക്കെ നമ്മൾ അഭ്യസിച്ചിട്ടില്ലേ. അപ്പോൾ അത്രയും സാന്ദ്രമായിട്ടുള്ള സൗഹൃദം നമ്മളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ലേ സഖേ അല്ലേ, പ്രിയപ്പെട്ടവനെ, സുഹൃത്തെ. സഖാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സുഹൃത്ത് എന്നാണ് അർത്ഥം കേട്ടോ. ഇങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്യാണ്, ഓരോ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് അല്ലേ. സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലോ എന്ന് കുചേലനും
ആശ്ചര്യപ്പെടുകയാണ്. ഗുരുഭഗ്നി നിയോഗേനെ കഥാജന നാമെല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും. ഒരിക്കൽ എന്താണ്, ഗുരുവിൻ്റെ പത്നിയുടെ നിർദ്ദേശപ്രകാരം നമ്മളെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്തിരുന്നു, എവിടെ പോയിരുന്നു, കാട്ടിൽ പോയിരുന്നു അല്ലേ. പെരുങ്കാട്ടിൽ പുക്കിന്തനം ഒടിച്ചു കെട്ടിവെച്ചതും അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലേ അല്ലേ. ഇവർ കാട്ടിൽ പോയ സമയത്ത് എന്ത് സംഭവിച്ചു, സൂര്യൻ അസ്തമിച്ചു. ആകസ്മികമായിട്ട് എന്ത് ചെയ്യാണ്, കൊടുങ്കാറ്റും മഹാമഴയൊക്കെ വരികയാണ്. എന്തിനാ കാട്ടിൽ പോയത്, വിറകെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ കുട്ടികളും എന്ത് ചെയ്യണം, ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്, എല്ലാ കാര്യത്തിലും ഗുരുവിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവർ വിറകെടുക്കാൻ പോയതാണ് ഗുരുഭഗ്നി പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് എന്ത് ചെയ്യുന്നു, കുറേ കുട്ടികളുണ്ട്. പെട്ടെന്നൊരു കാറ്റും മഴയും ആകസ്മികമായിട്ടുള്ള മഴയും കൊടുങ്കാറ്റും ഒക്കെ വരികയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്ന് കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്ത് നാം എല്ലാവരും ഒരുമിച്ചതും. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവരാകെ പേടിച്ചു അല്ലേ. അങ്ങനെ ഇവരെല്ലാം ഓടിക്കൂടി എന്താണ്, ഊഹിച്ചെടുത്ത്, ഇരുടാണല്ലേ, ഒന്നും കാണുന്നില്ല. അങ്ങനെ ഊഹത്തിൽ എന്ത് ചെയ്യാണ്, എല്ലാവരും ഒരുമിച്ച് നിന്നതോ. പാർത്തിരിയാതെ പറന്നു പോം ഈ കാറ്റത്തിൻ ഉൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോനല്ലേ. ആ കാറ്റിൽ പറന്നു പോവാതെ അല്ലേ. നമുക്ക് ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്, ആ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ. ഇത്രയും കൂട്ടുകാരല്ലേ, ആ സ്ട്രെങ്ത്, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണല്ലേ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാണ്, അന്യോന്യം അല്ലേ, പരസ്പരം കെട്ടിപ്പിടിച്ച് തുരപ്പിൻ്റെ ഉള്ളിലെ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, അവർ ഒളിച്ചിരുന്നു അല്ലേ. കോർത്തു കൈകൾ പേടിച്ചതും അല്ലേ, പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡൻ ഉദിച്ചതും ഒന്നും മറന്നില്ലല്ലോ അല്ലേ. പേടി തീരും വണ്ണം എന്ത് ചെയ്തു, അവരിങ്ങനെ കൈകൾ മുറുക്കം പിടിച്ചു അല്ലേ. പിന്നെ രാവിലെ ആയപ്പോൾ എന്ത് ചെയ്തു, മാർത്താണ്ഡൻ സൂര്യൻ ഉദിച്ചു അല്ലേ. താപസൻ അന്തയ്ക്ക് നമ്മളെ കാണാഞ്ഞു പത്നിയോട് കോപിച്ചതും അല്ലേ. ഗുരു എന്ത് ചെയ്തു, ഭാര്യനെ ചീത്ത പറഞ്ഞില്ലേ, നീ എന്തിനാണ് ഈ കുട്ടികളെ ഈ വൈകുന്നേരം വിറക് വിട്ടത്, അയ്യോ കുട്ടികളെ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരു ടെൻഷനായതും ഗുരുവിൻ്റെ ഭാര്യനെ ചീത്ത വിളിച്ചതൊക്കെ ആരാ ഓർക്കുകയാണ്, ഇവിടെ അവർ ഓർക്കുകയാണ് അല്ലേ. താപം കൊണ്ട് താനേ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ച് വിറകും കൊണ്ട് അരികിൽ ചെന്നത്. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അല്ലേ ഗുരു ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്ത് ചെയ്തത്, ഇങ്ങനെ നനഞ്ഞു കുളിച്ച് കുളിർന്ന് നമ്മൾ പേടിച്ച് വിറകും കൊണ്ട് ചെന്നതൊക്കെ എന്ത് ചെയ്യാണ്, ഓർത്തെടുക്കുകയാണ് അല്ലേ. ചെമ്മേ വീണ് നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മെ എല്ലാം അനുഗ്രഹിച്ചതായും തോന്നുന്നു പോലെ. അപ്പോൾ നമ്മൾ പാടെ പോയിട്ട് ഗുരുവിൻ്റെ കാൽക്കൽ അല്ലേ നമിച്ചതും ഗുരു നമ്മളെ അനുഗ്രഹിച്ചതൊക്കെ ഓർക്കുന്നോ അല്ലേ. നന്മ നമുക്കതേ ഉള്ളൂ, ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും അല്ലേ. എന്താ പറയുന്നത്, ഗുരുവിൻ്റെ അല്ലേ, അധ്യാപകരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, അത്രയും വലുതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹമില്ലാതെ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിൽ കടന്നു പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായ സൗഹൃദത്തിൻ്റെ അല്ലേ ആഴത്തെക്കുറിച്ച്, ആ ബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണിത്, സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്ന പാഠഭാഗം. വർഷങ്ങൾക്ക് ശേഷം കുചേലനും കൃഷ്ണനും കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം എന്ന് പറയുന്നത്. രാമപുരത്ത് വാര്യരാണ് എഴുതിയിരിക്കുന്നത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന കൃതിയിലുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അല്ലെ എന്തൊക്കെയാണ് സാധ്യതാ ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും കുറേ വീഡിയോകളൊക്കെ ആയിട്ട് ടീച്ചർ വരും. മക്കൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായെങ്കിലും ഇനി ഏതാ പാഠം വേണ്ടത് എന്നൊക്കെ ഉള്ളത് മക്കൾ കമൻറ്റ് ചെയ്യണം. ലൈവുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഉഷാറായിട്ട് ബാക്കിയുള്ള പാഠഭാഗങ്ങളും പഠിക്കണം കേട്ടോ. അപ്പോൾ കേരള പാഠാവലി മലയാളം ഫസ്റ്റ് ഒന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഒക്കെ പഠിച്ചെടുക്കാം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പോൾ ആ ഓർമ്മയുണ്ടാവണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് അല്ലേ. 9ലേക്കൊക്കെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പണ്ടത്തെ പോലെ ഫുൾ പാസ്സൊന്നും ഇല്ല അല്ലേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയാലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് 9ലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടാവണം, സൂപ്പറായിട്ട് പഠിക്കണം. മിടുക്കരല്ലേ, നന്നായിട്ട് പഠിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.